നമുക്ക് നിർമ്മലേട്ടന്റെ മിമിക്രിന്ന് തന്നെ കൊടിപൂരം തുടങ്ങിയാലോ? ആദ്യം ആരാണ്? ആയിക്കോട്ടെ. മനസ്സിലാക്കുന്നു ജാനകി, തന്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്സഷൻ കാർത്തികേയൻ. താൻ വയസ്സറിയിച്ച കാലം തൊട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന പാഷൻ തന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു തമിഴ് വില്ലേജിൽ താമസിപ്പിച്ചു. എന്നിട്ട് ആരും പറയാൻ നിന്റെ തന്ന പോയി കോംപ്രമൈസ് ചെയ്തു. നിന്റെ ഭർത്താവ് ഉദ്യോഗം കാത്തുക്കുന്ന ഒരു കഴുകനല്ല ഞാൻ. മൈൻഡ് ഇറ്റ്, ഐ എം എ പോലീസ് ഓഫീസർ. മണിയമ്പിള്ള രാജചേട്ടന്റെ സത്യം ചെയ്യാം. ലാസറെ പാലയെന്ന് കാപ്പി പിടിക്കണം, ഭാര്യയെന്ന് കാണണം. പൊട്ടനും ചാന്തനും കൺമുഷിക്കുന്നവരെ എന്റെ കാശില്ലാതെ വീട് വിട്ടിറങ്ങി ദുഷ്ട എന്റെ ഇതെത്തി എന്റെ കൊച്ച് എന്റെ സ്വന്തം ചേരാ ചോര എനിക്കതിനെ വേണം. സലീം കുമാർ ചേട്ടന്റെ ശബ്ദം ചെയ്യാം. വയനാട്ടിലെ കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് വേണ്ടി ഞാൻ തന്നെ ആലപിച്ച കവിത ഒരിക്കൽ കൂടി ഒന്ന് വീട്ടിൽ ആലപിക്കുന്നു. സഖ്യമലക്കപ്പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റഫറുണ്ട്, കൊച്ചു മലയാളി വളർത്തുന്ന റഫറുണ്ട്. ആ സഖ്യമലക്കപ്പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന മലയാളി വളർത്തുന്ന റഫറുണ്ട്. ലാലേട്ടനെ നമ്മള് ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോ ലാലേട്ടനോട് എന്ത് ചോദിച്ചാലും കറക്റ്റ് ആയിട്ടൊരു മറുപടി പറയില്ല. ബാധന എന്തെങ്കിലും ലാലേട്ടനോട് ചോദിച്ചാൽ ലാലേട്ടന് നമ്മുടെ ഈ സിനിമയെ കുറിച്ച് ലാലേട്ടന് ശരിക്കും ഈ ക്യാരക്ടറിനെ കുറിച്ച് ലാലേട്ടൻ എന്താ പറയാനുള്ളത്? മോനെ, നമ്മളെ ക്യാരക്ടർ എന്ന് പറയുമ്പം കൂടുതലായിട്ട് നമ്മളതേ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അങ്ങനെയാണ്. എന്ത് ചോദിച്ചാലും ഇങ്ങനെ. അതായത് ലാലേട്ടന്റെ 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ എൻട്രി സീൻ ഒന്ന് അവതരിപ്പിക്കാം. സായ് കുമാർ മോഹൻലാൽ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഗംഭീരാണ്. ജെയിംസ് ജഗൻ എവിടെ? എടോ പന്ന എബി മാത്യു പടപിടിച്ചു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷന് മറച്ചു വയ്ക്കാൻ പോകുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ജഗന് വേണം. ശംഭു മഹാദേവ. ജഗൻ നീ എവിടാണ്? എടാ ഞാന് നമ്മുടെ എറിക് ജോണില്ലേ, അവിടെ ഇന്നലെ മണാലിയിൽ നിന്ന് ഒന്ന് ചാടി ഒരു കെട്ട് നല്ല അമരൻ സരസ്വമായിട്ട് കൊണ്ടുപോയി. ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങള് ഗസലേക്കാൻ പോവാ. കിഷൻ മാധവ് പാടുന്നു, നീ വരുന്നോ? എടാ ഞാനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അതിന് ചരസ പക്ഷേ കൂടെ വേണ രംഗും കോളയോകാം ഒരു പിൻബലത്തിന്. എടാ പന്ന എബി മാറ്റി പടിപറ്റിച്ചു. അവന് കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷനെ മറച്ചു വെക്കാൻ പോകുന്നില്ലേ? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നു വെഞ്ചകൻ. നീ ഒരു കുപ്പിയുടെ വാപട്ട് ചെടുതണങ്ങ് എണ്ണം വെച്ചോ. 4ാമത്തെ പെക്കിൽ ഐസ്ക്യൂബ്സ് വീഴുമ്പോഴേക്കും ഞാൻ എത്തിയിരിക്കും. ഇനി നീക്കാര് ഇത് ഞാൻ ചവിട്ടും. ശംഭു മഹാദേവ. ആ സിനിമയിൽ തന്നെ ഗണേഷ് കുമാറും നരേന്ദ്രപ്രസാദും നമ്മളൊരു സംഭവം ചെയ്യാം. അങ്ങനെ കഥകളൊക്കെ ആർക്കാ എന്താ പാടി നടക്കാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. എന്നാ പിന്നെ ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. കരിപ്പള്ളി പപ്പനാഭൻ എലിഫന്റ് ഡ്രൈവറെ പപ്പനാഭനെ കേശവൻകുട്ടിയെ നാന കുത്തിക്കൊന്നു. കാര്യമെല്ലാം അന്വേഷിച്ചപ്പോ കേശവൻകുട്ടി നിരപരാധിയാണെന്നും മുമ്പങ്ങോ ചെറിയ ഞങ്ങളുടെ ആനയുടെ കൊമ്പാണ് പപ്പനാഭന്റെ വയറ്റിൽ കയറി. ഞാൻ പറയല്ല, തെളിവും സാക്ഷി വിസ്തീകരിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? അല്ല എന്ത് പറയും? നിർത്താം. ബാക്കിയുള്ള ആളുകളൊക്കെ അവസാനമായിട്ട് കൊച്ചിൻ ഹനീഫയുടെ 2 വോയിസ് പഴയകാല ദേവാസുരൻ എന്ന ചിത്രത്തിലെ ഒരു ബാംഗ്ലൂർകാരന്റെ വേഷം. ഞാൻ പഴയ കൊച്ചിൻ ഹനീഫ. നെല്ലിപ്പോയിലെ തറവാട്ട് ചാത്തുടെ മടക്കത്ത് പിടിച്ചു. നെല്ലിപ്പോയിലെ തറവാട്ടില് ആരെങ്കിലും താമസിക്കട്ടെ. ഞാൻ നോക്കിയിട്ട് ഇപ്പത്തെ കണ്ടീഷനിൽ അപ്പൊ ആ കുട്ടപ്പഴ അങ്ങോട്ട് മാറി. ഇനിയിപ്പോ എത്ര ദിവസം എന്നെ പത്തായ പറ്റില്ല. ഇങ്ങനെ ബാനു നിക്ക്, ഇനി പറയാനുള്ളത് ബാനോട് കേൾക്കണം. വർഷങ്ങൾക്ക് ശേഷം പത്രം എന്ന ചിത്രത്തിലെ ഡേവിഡ് സഭാവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പിന്നീട് ഒരു മാറ്റം. അയ്യോ ശേഖർജി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സർട്ടിഫിക്കറ്റ് കുഞ്ഞത്തോടെ സീതിലെ ചകളി ഏതിനും പറഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിലേക്ക് ഇതിന്റെ പേരിൽ ഒറ്റപ്പാട് പേരുണ്ടായത്. ബാക്കിയുള്ള സകലമാന പത്രക്കാരെ കുറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സഹകരിക്കും.
സത്യമായിട്ട് നിർമ്മലേട്ട ഇനി മലയാള സിനിമ കാത്തിരിക്കുന്നത് നിർമ്മലേട്ടന്റെ ദിനങ്ങളാണ് തീർച്ചയായിട്ടും